പാർട്ടിയുടെ പരമ്പരാഗത ശക്തികളായ ക്രൈസ്തവ വിഭാഗങ്ങൾ പാർട്ടിയെ കൈവിട്ടതാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ശക്തിക്ഷയത്തിന് കാരണമെന്ന വിലയിരുത്തലിലാണ് നേതൃമാറ്റമെന്ന പരീക്ഷണത്തിന് നിർണായക ഘട്ടത്തിൽ ഹൈക്കമാൻഡ് മുതിർന്നത്. പാർട്ടിയെ കേഡർ സ്വഭാവത്തിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞ് KPCC അധ്യക്ഷനായി K. സുധാകരൻ എത്തിയിട്ടും അടിത്തട്ടുറപ്പിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞിരുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റിൽ വിജയിച്ച് പാർട്ടി കരുത്ത് കാട്ടിയിട്ടും ഒരിക്കൽ കൂടെ ഭരണം കിട്ടിയില്ലെങ്കിൽ പാർട്ടിയുടെ തകർച്ച പൂർണ്ണമാകുമെന്ന കണക്കുകൂട്ടൽ ഹൈക്കമാൻഡിനുമുണ്ടായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിലാണ് BJP ഒന്നാമതെത്തിയത്. 8 ഇടങ്ങളിൽ 2ാം സ്ഥാനത്തും. ഈ രാഷ്ട്രീയ സാഹചര്യത്തെ ഏറെ ഗൗരവത്തോടെയാണ് കോൺഗ്രസ് നേതൃത്വം നോക്കിക്കാണുന്നത്. ക്രൈസ്തവ സഭാ പ്രതിനിധിയായ പേരാവൂർ MLA സണ്ണി ജോസഫിനെ ഹൈക്കമാൻഡ് പാർട്ടിയുടെ സ്റ്റിയറിംഗ് ഏൽപ്പിക്കുമ്പോൾ നേതൃത്വം പുതിയ പ്രതീക്ഷയിലാണ്. 2004 PP തങ്കച്ചൻ KPCCയുടെ 31ാമത് അധ്യക്ഷനായി എത്തിയതിനു ശേഷം ഇതുവരെ ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽപ്പെടുന്ന ആരും അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയിരുന്നില്ല. ഈ ആവശ്യം നേതാക്കൾ പലതവണ ഹൈക്കമാൻഡിനോട് ഉന്നയിച്ചിരുന്നു. മാത്രമല്ല, ക്രിസ്ത്യൻ സമൂഹം, പ്രത്യേകിച്ച് കത്തോലിക്ക സഭ, സംസ്ഥാനത്തെ കോൺഗ്രസുമായി അകൽച്ചയിലുമാണ്. AK ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും കാലഘട്ടത്തിന് ശേഷം കോൺഗ്രസ് നേതൃത്വത്തിൽ ക്രൈസ്തവ നേതാക്കൾക്ക് മതിയായ പ്രാതിനിധ്യം ലഭിക്കുന്നില്ല എന്ന് സഭാ നേതൃത്വം പലതവണ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് സണ്ണി ജോസഫിനെ തിരഞ്ഞെടുക്കാൻ നേതൃത്വം തീരുമാനിച്ചത്. നിലവിൽ നിയമസഭയിൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയാണ് അദ്ദേഹം. 1970 മുതൽ KSUവിന്റെ സജീവ പ്രവർത്തകനായിട്ടാണ് സണ്ണി ജോസഫ് രാഷ്ട്രീയ രംഗത്ത് സജീവമാകുന്നത്. കോഴിക്കോട്, കണ്ണൂർ യൂണിവേഴ്സിറ്റികളിൽ വിദ്യാർത്ഥി പ്രതിനിധിയായ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു. യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ്, ഉളിക്കൽ സഹകരണ ബാങ്ക് പ്രസിഡന്റ്, തലശ്ശേരി കാർഷിക വികസന സഹകരണ സൊസൈറ്റി പ്രസിഡന്റ്, മട്ടന്നൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ്, കണ്ണൂർ DCC അധ്യക്ഷൻ എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട്. 2011 ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. കന്നി മത്സരത്തിൽ അന്നത്തെ സിറ്റിംഗ് MLA ആയിരുന്ന KK ശൈലജയ്ക്കെതിരെ അട്ടിമറി വിജയം നേടിയായിരുന്നു നിയമസഭയിലേക്ക് എത്തിയത്. കഴിഞ്ഞ 3 തവണയായി പേരാവൂരിൽ നിന്നുള്ള നിയമസഭാംഗവും നിലവിൽ UDF കണ്ണൂർ ജില്ലാ ചെയർമാനുമാണ് അദ്ദേഹം. പുതിയ അധ്യക്ഷന്റെ നേതൃത്വത്തിലുള്ള ആദ്യ പരീക്ഷണമാവും നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ്. ന്യൂസ് 18 തിരുവനന്തപുരം. VV വിനോദ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു. വിനോദ്, കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് വളരെ നിർണായകമായ ഒരു സന്ധിയാണ്. ഇവിടെ സണ്ണി ജോസഫിന്റെ പേര് ഉയർന്നു വരുമ്പോൾ അതിൽ കോൺഗ്രസ് ലക്ഷ്യമിടുന്ന ഒരുപാട് കാര്യമുണ്ട്. ഉമ്മൻചാണ്ടിക്ക് ശേഷം ശക്തനായ ഒരു ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ഒരു നേതാവ് ഉണ്ടാവേണ്ടതുണ്ട്. ക്രൈസ്തവ വിഭാഗം പൊതുവെ കോൺഗ്രസിൽ നിന്ന് അകന്നു പോകുന്നു എന്നൊരു പരാതിയൊക്കെ ഉണ്ട്. BJPയോട് അവർ അടുക്കുന്നു എന്നൊരാശങ്കയുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച്. മറുപുറത്ത് കേരള കോൺഗ്രസ് M പോയതിനു ശേഷം ഇവിടെയുള്ള ഒരു ക്ഷീണം നികത്തേണ്ടതുണ്ട്. ഇതിനൊക്കെ ഒരു ഉത്തരമെന്ന നിലയ്ക്കാണ് സണ്ണി ജോസഫ് ആ സ്ഥാനത്തേക്ക് വരുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് വർഷമൊക്കെ വരും മുമ്പുള്ള ഈ ചുമതലയേൽക്കൽ എത്രത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്? ശ്രീജ, ഈ KC ജോസഫൊക്കെ ഉമ്മൻചാണ്ടിക്കൊപ്പം ഉണ്ടായിരുന്നപ്പോൾ അവരൊക്കെ തന്നെ ഏറ്റവും കരുത്തരായ നേതാക്കളായി വിലയിരുത്തപ്പെട്ടു. ബെന്നി ബെഹന്നാൻ ക്രൈസ്തവ മേഖലയിൽ നിന്നുള്ള നേതാവാണ്. ആ തരത്തിലുള്ള പല പേരുകളുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും ശക്തരായ പോരാളികൾ എന്ന നിലയിൽ തന്നെ വിലയിരുത്തപ്പെട്ട ആളുകൾ. എന്നാൽ KPCCയുടെ തലപ്പത്തേക്ക് ഒരു ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് ഒരാൾ എത്തിയിട്ട് ദീർഘകാലമാകുന്നു. അതിനാണ് ഇപ്പോൾ സണ്ണി ജോസഫിലൂടെ പാർട്ടി നേതൃത്വം പരിഹാരമുണ്ടാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് സൗമ്യനാണ്. ഇപ്പോൾ K. സുധാകരൻ മാറുന്ന ഒഴിവിലേക്കാണ് അദ്ദേഹം എത്തുന്നതെങ്കിലും വളരെ സൗമ്യനാണ്. പക്ഷേ അദ്ദേഹത്തെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം, അദ്ദേഹം പാർട്ടി പ്രവർത്തനത്തിൽ, താഴെത്തട്ടിലുള്ള പ്രവർത്തനത്തിലടക്കം വളരെ സജീവമായി നിൽക്കുന്ന ആളാണ്. ടെലിവിഷൻ ചർച്ചകളിലൊക്കെ പാർട്ടിയെ വലിയ തോതിൽ പ്രതിരോധിക്കുന്ന ആളാണ്. ശക്തമായ വാദമുഖങ്ങൾ ഉന്നയിക്കുന്ന ആളാണ്. കുറേക്കാലം മുൻപ് വരെ ടെലിവിഷൻ ചർച്ചകളിലൊക്കെ അദ്ദേഹം അതിശക്തമായി നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിത്വമാണ്. ആ നിലയ്ക്കൊക്കെ KPC പ്രസിഡന്റ് എന്ന നിലയിൽ നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് പാർട്ടി വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നതും. അതേസമയം പുറമെ ഒരുപക്ഷെ സുധാകരനെ പോലെ വളരെ അഗ്രസീവായി അങ്ങനെ ഇടപെടുന്ന ഒരാളല്ല. പക്ഷേ അടൂർ പ്രകാശിന്റെയൊക്കെ കാര്യം പറയുമ്പോൾ അടൂർ പ്രകാശ് ഒരുപക്ഷെ UDF കൺവീനറായി എത്തുമ്പോൾ ഒരുപക്ഷെ സമീപകാലത്ത് എത്തിയ ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള നേതാക്കൾ, അത് മുല്ലപ്പള്ളിയാകട്ടെ, സുധാകരനാകട്ടെ, ഒരുപക്ഷെ ഇവരെക്കാളൊക്കെ താഴെ തട്ടിലെ പ്രവർത്തനം, കാരണം അദ്ദേഹം ആറ്റിങ്ങലിൽ വന്ന്
പത്തനംതിട്ടയിലായിരുന്നു. അദ്ദേഹം അവിടുത്തെ MLA ആയി ദീർഘകാലം പരിചയമുള്ള ആളാണ്. പക്ഷേ CPM പോലെ ഒരു പാർട്ടിയുടെ കോട്ടയിലേക്ക് വരികയും അവിടെ തുടർച്ചയായി വിജയിക്കുകയും ചെയ്ത ആളാണ് അടൂർ പ്രകാശ്. അങ്ങനെ ഒരുപക്ഷെ ഈ താഴെത്തട്ടിൽ ബൂത്ത് തലം മുതലുള്ള പ്രവർത്തകരെ അറിയുക, മണ്ഡലം തലത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ഇടപെടുക, ആ തരത്തിലൊക്കെ തന്നെ സജീവമായി ഇടപെടുന്ന ഒരു നേതാവാണ് അടൂർ പ്രകാശ്. അദ്ദേഹം UDF കൺവീനറായി എത്തുന്നു. മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ യുവതലമുറയുടെ ഒരു വരവ് തന്നെയാണ്. അതിൽ PC വിഷ്ണുനാഥ്, അതോടൊപ്പം തന്നെ പാലക്കാട്ട് നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷനായിരുന്ന ഷാഫി പറമ്പിൽ, അദ്ദേഹമൊക്കെ ഇതിലേക്ക് വരുമ്പോൾ ആ തരത്തിൽ പാർട്ടിയിൽ അടിമുടി മാറ്റമുണ്ടാകും. കാരണം ഒരു പ്രസിഡന്റിനെ മാത്രം കേന്ദ്രീകരിച്ചാകില്ല പ്രവർത്തനം. കോൺഗ്രസിന്റെ KPCCയുടെ തലപ്പത്ത് ഇനി ഒരുപക്ഷെ നമ്മൾ കാണാൻ പോകുന്നത് മറ്റൊരു തരത്തിലുള്ള ഒരു ഇടപെടലായിരിക്കും. ഇവർ തമ്മിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളുള്ള നേതാക്കളല്ല. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ്, ഒരുപക്ഷെ തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലൊക്കെ അങ്ങനെ നെക്ക് നെക്ക് ഫൈറ്റാണ് നടക്കുന്നതെങ്കിൽ പോലും പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ ഒരു നേട്ടം അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുക, അതിനുവേണ്ടി താഴെത്തട്ടിലെ പ്രവർത്തനം ശക്തിപ്പെടുത്തുക, ആ ഒരു നിലയ്ക്കായിരിക്കും ഇനിയുള്ള KPCCയുടെ പ്രവർത്തനം എന്നത് നമുക്ക് നിസ്സംശയം പറയാം. കാരണം AP അനിൽകുമാറിനെ പോലെ വളരെ ശക്തനായ പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്ന ഒരു നേതാവ് കൂടി വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ KPCC എന്നത് ഇനി ഏതെങ്കിലും ഒരു നേതാവിനെ കേന്ദ്രീകരിച്ചാകില്ല. അവിടെ VD സതീശന്റെ റോൾ കൂടി ഉണ്ടാകും, നമ്മൾ കാണാതെ പോകരുത്. കാരണം പലപ്പോഴും സുധാകരനും VD സതീശനുമായുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. അവർ പരസ്പരം വാർത്താ സമ്മേളന വേദിയിൽ പോലും ഉപയോഗിച്ച വാക്കുകൾ വിവാദമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ഒരുപക്ഷെ അവിടെ ഒരു ഒത്തുതീർപ്പുണ്ടായാൽ അല്ലെങ്കിൽ തമ്മിലടി ഉണ്ടാകാതെ പോയാൽ അത് കോൺഗ്രസിന് ഗുണകരമാകുമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ പോലും വിശ്വസിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നേതാക്കൾ തമ്മിലുള്ള തമ്മിലടിയാണ് പലപ്പോഴും കോൺഗ്രസിന് തലവേദനയായിട്ടുള്ളത്. ഏതായിരുന്നാലും ഒരു മുഖം മിനുക്കലിലേക്ക്, മുഖം മാറ്റത്തിലേക്ക് തീർച്ചയായും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം UDF കൺവീനർ സ്ഥാനത്തേക്കുള്ള അടൂർ പ്രകാശിന്റെ വരവാണ്. അവിടെയും വലിയ ലക്ഷ്യങ്ങളുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച്, UDFനെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് SNDPയുമായി അല്ലെങ്കിൽ ആ തരത്തിൽ BJPക്ക് കൂടുതൽ ഈഴവ വോട്ടുകൾ പോയ ഒരു തെരഞ്ഞെടുപ്പൊക്കെ നമ്മൾ കണ്ടതാണ്. ഏറ്റവും നല്ലൊരു ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യൻ എന്നൊക്കെ പേര് കേട്ട ആളാണ് അടൂർ പ്രകാശ്. അപ്പോൾ അടൂർ പ്രകാശിനെ പോലൊരാൾ UDF കൺവീനർ സ്ഥാനത്തേക്ക് വരുമ്പോൾ അതും വലിയൊരു ലക്ഷ്യത്തിന്റെ ഭാഗമല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഇപ്പോൾ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്ന ഒട്ടനവധി ആരോപണങ്ങളുണ്ട്. കാരണം ഈഴവരെ അകറ്റി നിർത്തുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം അങ്ങനെ ഒരു പരിഭവം പറയുമ്പോഴും അടൂർ പ്രകാശിനെ പോലുള്ള ഒരാൾ UDF കൺവീനർ സ്ഥാനത്തേക്ക് വരുന്നുണ്ട്. കാരണം പൂർണ്ണമായും ആ തരത്തിൽ ഈഴവരെ അകറ്റി നിർത്തിയോ എന്നത് ഒരു ചോദ്യമായി കോൺഗ്രസ് നേതൃത്വവും ചോദിക്കുന്നുണ്ട്. കാരണം സുധീരൻ KPCC പ്രസിഡന്റാകുന്നു, മുല്ലപ്പള്ളിയാകുന്നു, സുധാകരനാകുന്നു, ഇതെല്ലാം തന്നെ ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള നേതാക്കളാണ്. അവർ ഈ സമീപകാലത്താണ് ആ തരത്തിൽ പാർട്ടിയുടെ നേതൃസ്ഥാനങ്ങളിലേക്ക് എത്തിയത്. അതുകൊണ്ട് അങ്ങനെ അവഗണന ഉണ്ടോ എന്നൊരു ചോദ്യമാണ്. പക്ഷേ താഴെത്തട്ടിലേക്ക് വന്നാൽ ഈ നേതാക്കൾ ഒഴിച്ച് പിന്നീട് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമ്പോൾ ഈഴവ കമ്മ്യൂണിറ്റിയെ തഴയുന്നു. അത് ഒരു വസ്തുതയായി വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. ക്രൈസ്തവർക്ക് വലിയ പരാതിയുണ്ട് പല ഘട്ടങ്ങളിലായി. അത് ഉമ്മൻചാണ്ടിയുടെ വിയോഗശേഷമാണെങ്കിൽ അത് വളരെയധികം വർദ്ധിക്കുകയും ചെയ്തു. BJP ആകട്ടെ മറ്റൊരു സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ ക്രൈസ്തവരെ അടുപ്പിക്കാനുള്ള വലിയ പരിശ്രമം നടത്തുകയും അതിൽ ഒരു പരിധിവരെ വിജയം കാണുകയും ചെയ്യുകയാണ്. കാരണം ഇപ്പോഴും ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു. പല ബിഷപ്പുമാരും BJPക്ക് അനുകൂലമായി സ്റ്റേറ്റ്മെന്റുകൾ, അവരുടെ നിലപാടുകൾ പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിന്റെയൊക്കെ അപകടം കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട്. ഒരുപക്ഷെ K കരുണാകരന്റെ കാലമൊക്കെയാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. വയലാർ രവിയെ പോലെയൊക്കെ ഉള്ള നേതാക്കൾ ഉയർന്നു വന്ന ഒരു സമയമാണ്. കരുണാകരന്റെ എതിർത്തും അനുകൂലിച്ചുമൊക്കെ വരുമ്പോഴും K കരുണാകരൻ അങ്ങനെ ഇവരെ തളർത്തുന്ന ഒരു നിലയിലേക്ക് പോയില്ല. സുധീരനാകട്ടെ, മുല്ലപ്പള്ളി ആകട്ടെ, വയലാർ രവി ആകട്ടെ, അങ്ങനെ പല നേതാക്കൾ ആ സമയത്ത് ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ തരത്തിൽ അവസരങ്ങൾ ഉണ്ടാക്കുക, ഒപ്പം ക്രൈസ്തവ വോട്ടുകളെ അടുപ്പിച്ചു നിർത്തുക, ഈ ഒരു സാഹചര്യം എങ്ങനെ സാധ്യമാക്കാം? ഇങ്ങനെ ഒരു വെല്ലുവിളി തന്നെയാണ് പുതിയ KPCC നേതൃത്വത്തിന് മുന്നിലുള്ളത്. അത് KPCC പ്രസിഡന്റിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല. UDF കൺവീനറുണ്ട്, വർക്കിംഗ് പ്രസിഡന്റുമാരുണ്ട്. ഇവരുടെ എല്ലാം തന്നെ ഒരു കൂട്ടായ പരിശ്രമമായിരിക്കും. ആ തരത്തിലുള്ള ഒരു സൂചനയാണ് നമുക്ക് പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്നത്. കാരണം തമ്മിലടിയല്ല, വളരെ കുറച്ച് സമയമാണുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് എത്തിയിരിക്കുന്നു. അത് കഴിഞ്ഞാൽ അസംബ്ലി തെരഞ്ഞെടുപ്പാണ്. അങ്ങനെ ആ തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ തമ്മിലടിച്ചതുകൊണ്ട് ഇനി കാര്യമില്ല. ഒരുപക്ഷെ
ഒരിക്കൽ കൂടി അധികാരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ കോൺഗ്രസിന്റെ അവസ്ഥ കൂടുതൽ സങ്കീർണമാകും. പല നേതാക്കളും, അതായത് ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിനെ നയിച്ചിരുന്ന രണ്ട് ദ്വന്ദ്വങ്ങൾ കെ കരുണാകരൻ, എ കെ ആന്റണി, രണ്ടുപേരുടെ മക്കളും BJP-യിലേക്ക് പോകുന്ന നിലയുണ്ടായി. ആ തരത്തിൽ പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടായ ഒരു സമയമാണ്. അവിടെയാണ് ഏത് തരത്തിൽ കോൺഗ്രസ് പ്രവർത്തിക്കണം എന്നത് സംബന്ധിച്ച് തന്നെ വിപുലമായ ചർച്ചകൾ നടക്കുന്നത്. ഏതായിരുന്നാലും VD സതീശൻ, കെ സുധാകരൻ ഒരു പോര്, അത് പാർട്ടി നേതൃത്വം നിഷേധിച്ചാലും ഇല്ലെങ്കിലും അത് വസ്തുതയായിരുന്നു, അത് പരസ്യ പോരായിരുന്നു. വാർത്താ സമ്മേളനങ്ങളിൽ പോലും അവർ കൈക്കൊണ്ട സമീപനങ്ങൾ ഇതെല്ലാം തന്നെ പ്രവർത്തകർക്ക് മുന്നിലുണ്ട്, ജനങ്ങൾക്ക് മുന്നിലുണ്ട്, വോട്ടർമാർക്ക് മുന്നിലുണ്ട്. ഇതെല്ലാം തന്നെ ഒരു അർത്ഥത്തിൽ LDF-ന് വലിയ ഗുണം ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു. കാരണം അവിടെ മുഖ്യമന്ത്രി എന്ന ഒറ്റപ്പേര്, ക്യാപ്റ്റൻ എന്ന ഒറ്റ വിളിപ്പേര്, പിണറായി വിജയൻ എന്ന അതിശക്തനായ നേതാവ്, അദ്ദേഹത്തിന് കീഴിൽ പാർട്ടി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുമ്പോൾ ഇവിടെ ചേരിപ്പോര് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. പക്ഷേ അതിന് ഒരു മാറ്റമുണ്ടാകും. തീർച്ചയായും അങ്ങനെ ശുഭപ്രതീക്ഷയോടെയാണ് കേരളത്തിലെ കോൺഗ്രസ് ഇന്നത്തെ ദിവസത്തെ ഉറ്റുനോക്കുന്നത്. സണ്ണി ജോസഫ് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമ്പോൾ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒരു ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നൊരാൾ KPCCയെ നയിക്കാനെത്തുമ്പോൾ വലിയ പ്രതീക്ഷകളുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച്. അതിൽ ഏറ്റവും പ്രധാനം വിനോദ് പറഞ്ഞു നിർത്തിയതുപോലെ തമ്മിൽ തല്ലും തർക്കവും ഒക്കെ നിർത്തി ഒറ്റക്കെട്ടായി എണ്ണയിട്ട യന്ത്രം പോലെ കേരളത്തിലെ കോൺഗ്രസിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ്. ആ പ്രതീക്ഷ നടക്കുമോ എന്നൊക്കെ നമുക്ക് എന്തായാലും ഇനിയുള്ള പുതിയ അധ്യക്ഷന്റെ കീഴിൽ കണ്ടറിയാം.